ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ ഈ ഒരു സീസൺ 6 ബിഗ് ബോസ് റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. കാരണം ബിഗ് ബോസ് തുടങ്ങുന്നത് വരെ ഞാൻ അതിനെക്കുറിച്ചുള്ള പ്രോമോസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ ശേഷം എനിക്ക് ഒരു വീഡിയോസും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കുറച്ച് പേഴ്സണലി കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് അന്നത്തെ എപ്പിസോഡ്സോ 24/7 അന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസും ഞാൻ ചെയ്യാറില്ലായിരുന്നു. സോ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡുകളും കഴിഞ്ഞു പോയ ദിവസങ്ങളിലെ എപ്പിസോഡുകളൊക്കെ തന്നെ കണ്ടായിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എന്താ പറയുക, ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു അടിപൊളി ഒരു എപ്പിസോഡ് തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സീസണുകളിലൊക്കെ കാണാതെ പോയ ഒരു ലാലേട്ടനെയാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് മുഖത്തടിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു ലാലേട്ടനെയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത് പല വിഷയങ്ങൾ, പവർ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളിലാണെങ്കിലും, നമ്മളെ ഗബ്രി ജാസ്മിൻ വിഷയങ്ങളിലാണെങ്കിലും, ഹൈജീനെ കുറിച്ച് വളരെ വൈകാരികമായ രീതിയിൽ തന്നെ അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആർക്കും തന്നെ ഹൈജീൻ എന്ന് പറഞ്ഞ മിക്ക ആളുകൾക്കും ഹൈജീൻ എന്നൊരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സരാർത്ഥികൾ മൈക്കൂരി വെച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളും, അങ്ങനെ നമ്മൾ ജിൻഡോ ഉറങ്ങിയതും അതുപോലെ തന്നെ ജാസ്മിൻ മൈക്കൂരി വെച്ച് സംസാരിച്ചതിൻ്റെ ഒക്കെ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് അവരുടെ ലക്ഷറിയിൽ നിന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. അതായത് ചെറിയ രീതിയിലുള്ള പോയിൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ റിഡക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡിൽ താരം ലാലേട്ടൻ തന്നെ ആയിരുന്നു. കാരണം വീണ്ടും നമ്മൾ ഗബ്രി ജാസ്മിൻ വീണ്ടും വളരെ ഒരു വൈകാരികമായ ഒരു ജാസ്മിൻ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ പൊഴിയുന്ന ഒരു ജാസ്മിനെ സാധിച്ചു. കാരണം ജിൻഡോ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് നമ്മളെ ഗബ്രിയും ജാസ്മിനും നമ്മൾ വാഷ്റൂമിൽ അവരൊരു വാഷ്റൂം പോയി ഉള്ളിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. മയക്കില്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ലാലേട്ടനോട് പറയുകയുണ്ടായി. സോ അതിന് എതിരെ ഒരു ഓപ്പൺ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഗബ്രി ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ശ്രമിച്ചത് ലാലേട്ടൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അത് വളരെ ലാലേട്ടൻ അത് ഡയറക്റ്റായിട്ട് തന്നെ പറയുകയുണ്ടായി. സോ അതുപോലെ തന്നെ ഹൈജീനെ കുറിച്ച് ലാലേട്ടൻ ഒരു ചെറിയ വീഡിയോ തന്നെ, ഒരു ഷോർട്ട് വീഡിയോ തന്നെ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്കും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് മുമ്പിലേക്കും കാണിക്കുന്ന ഒരു അവസരം കൂടി നമുക്ക് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. കാരണം ചായ ഉണ്ടാക്കുക എന്തോ ചെയ്യുമ്പോൾ അതിലേക്ക് നോക്കിയിട്ടാണ് തുമ്പുന്നത്. അത് നമ്മളെ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ലല്ലോ എന്ന് ജാസ്മിൻ പറയുന്ന ആ ഒരു ക്ലിപ്പായിരുന്നു ലാലേട്ടൻ കാണിച്ചത്. അതിൽ നിന്ന് അവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ വീടിൻ്റെ അകത്ത് നിങ്ങൾ പലരും ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പ്രേക്ഷകരും ബിഗ് ബോസിൻ്റെ ടീമും എല്ലാവരും കാണുന്നുണ്ടെന്ന് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും കഷ്ടകാലം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ആഴ്ച എവിക്ഷൻ ഇല്ല. അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതായത് അൺഎക്സ്പെക്റ്റഡായ 2 പുറത്താക്കലാണ് നടന്നത്. ഒരാൾ നിയമലംഘനം കാരണം, അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഫിസിക്കൽ അസോൾട്ട് എന്നൊരു കാരണം ഒരു വ്യക്തി പുറത്തു പോവുകയും പിന്നീട് അതിനെ തുടർന്നുണ്ടായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം മറ്റൊരു കണ്ടസ്റ്റൻറ്റും പോവേണ്ട ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ എന്തായാലും കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീസൻറ്റ് എപ്പിസോഡ് തന്നെ, വീക്കെൻഡ് എപ്പിസോഡ് തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ നാളത്തെ പ്രോമോവും നമുക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നു. നാളെ ഗുഡ് ഫ്രൈഡേ അതിൻ്റെ സെലിബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. സോ എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി തീർച്ചയായും ഒരുപാട് അൺഎക്സ്പെക്റ്റഡായ എവിക്ഷൻസും അല്ലാതെ കാരണങ്ങളാലും പുറത്തു പോകേണ്ട കുറച്ച് മത്സരാർത്ഥി കൂടുതൽ പേര് പുറത്തു പോയത് കൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ഒരുപാട് എൻട്രീസ്, മേ ബി തമിഴ് സീസണിൽ കഴിഞ്ഞ സീസണിൽ നടന്നതുപോലെ കുറച്ച് കൂടുതൽ വൈൽഡ് കാർഡ് എൻട്രീസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു സീസണിൽ നടക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടുതലാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡെ കുറിച്ചും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എത്തരത്തിലുള്ള കളികളായിരിക്കും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇനി ചെറിയ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ബിഗ് ബോസിനെ കുറിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എന്തായാലും എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ബിഗ് ബോസ് സീസൺ 6 കുറിച്ചിട്ടുള്ള. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.